കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഒപ്പമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ നേരിട്ട് വിലയിരുത്തുമെന്നും ന്യൂനപക്ഷ ക്ഷേമ ഫിഷറീസ് വകുപ്പുകളുടെ ചുമതല ഏറ്റെടുത്ത ശേഷം ജോർജ് കുര്യൻ പറഞ്ഞു. ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഫിഷറീസ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുകളിൽ ചുമതല ഏറ്റെടുത്ത ശേഷം ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ജനം ടിവിയോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ജനം ടിവിയുടെ അഭിനന്ദനങ്ങൾ. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ സുപ്രധാനമായ രണ്ട് വകുപ്പുകളുടെ ഭാഗമായി താങ്കളും അതിൻ്റെ ഭാഗമാവുകയാണ്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? രണ്ട് വകുപ്പുകളിലെയും പ്രവർത്തനം സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? അല്ല, രണ്ട് വകുപ്പുകളും തീർച്ചയായിട്ടും കൂടുതലും പാവപ്പെട്ടവരെ സംബന്ധിച്ച് അത് വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായം മനസ്സിലാക്കിക്കൊണ്ട്, ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട്, ആ ഓരോ വിഭാഗത്തിൻ്റെയും ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനായിരിക്കും നമ്മൾ ശ്രമിക്കുക. അപ്പോൾ അതിനുവേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള അവരുടെ സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകും. പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം, അതിന് ജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു ശ്രമത്തിലൂടെയായിരിക്കും. പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതായിരിക്കും തീർച്ചയായിട്ടും മന്ത്രാലയത്തിൻ്റെ ശ്രമം. തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ തുടർച്ചയായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും ഒരു സമീപനം? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തീരുമാനങ്ങൾ എത്തിയിട്ടുണ്ട്? ആദ്യം തന്നെ ജനങ്ങളോട് അതിന് അവരുടേതായിട്ടുള്ള അഭിപ്രായം ക്രോഡീകരിച്ച് വരണം. അപ്പോൾ അങ്ങനെ ആകുന്ന അവസരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞ ജനങ്ങളുണ്ട്, ജനപ്രതിനിധികളുണ്ട്, അതിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് പിന്നെ വിദഗ്ധരുടെ ഉപദേശം തേടിയിട്ട് അങ്ങനെയായിരിക്കും ഒരു സ്കീം നടപ്പിലാക്കുന്നത്. അല്ലെങ്കിൽ അത് കുറച്ച് എതിർപ്പ് കുറച്ച് ആനുകൂല്യം എന്നുള്ള രീതിയല്ല, എല്ലാവരുടെയും ഒരു സമവായത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപ്പിലാക്കുന്നത്. ഈ വകുപ്പുകളുടെ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് ഇത്തവണ രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് മോദി മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നുള്ളത്. അതുകൊണ്ട് തന്നെ വകുപ്പുകളുടെ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് കേരളത്തിലെ ജനതയ്ക്ക് ഈ രണ്ട് മന്ത്രിമാരിൽ നിന്ന് എന്തെല്ലാം പ്രതീക്ഷിക്കാം? വികസനം തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്. കാരണം മന്ത്രിമാർക്ക് ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ സാധിക്കുന്നത് റിസൾട്ട് എന്ന് പറയുന്ന വികസനമാണ്. അത് നല്ല രീതിയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അതൊരു ജനകീയ മുഖമായിട്ടുള്ള അത് ഫൈറ്ററായിട്ടുള്ള സുരേഷ് ഗോപിക്ക്, അദ്ദേഹം തീർച്ചയായിട്ടും അതിൻ്റെ മുന്നിലുണ്ടാവും. അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഞാനും ഉണ്ടാവും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അഭിനന്ദനങ്ങൾ. കേരളത്തിന്റെ വികസനത്തിനൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ചുമതല ഏറ്റെടുത്ത ശേഷം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രതികരിച്ചിട്ടുള്ളത്. ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.